അടുത്തത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ഒന്നാം പാദം. ഈ നക്ഷത്രങ്ങളിൽ വരുന്നതാണ് ചിങ്ങക്കൂറ്. വളരെ കൂടുതൽ ശ്രദ്ധിച്ച് കാര്യങ്ങൾ നടത്തേണ്ട ഒരു കാലമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. 7ാം ഭാവത്തിലാണ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെയും. ദാമ്പത്യ വിഷയങ്ങളിലും മറ്റുമൊക്കെ ശ്രദ്ധിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വാക്ക് തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകും. അവർക്ക് ഭാര്യാഭർത്താക്കന്മാർ വിഘടിച്ചു നിൽക്കുക, വഴക്കുകളുണ്ടാകുക, ഇതൊക്കെയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സോ ജോലിയോ ഒക്കെ ചെയ്യുന്നവർ ഒന്നിച്ച് ചെയ്യുന്ന കർമ്മങ്ങളിൽ അതിലൊക്കെ കുറച്ച് അഭിപ്രായ ഭിന്നതകളുണ്ടാവുകയും അവിടെ അതുകൊണ്ടുണ്ടാകുന്ന ചില നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വേണ്ടത്ര ശ്രദ്ധയോടുകൂടിയല്ല എന്നുണ്ടെങ്കിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്നവരുമായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് ബിസിനസ് ചെയ്യുന്നവരുമായിട്ടും ഒക്കെ ചില വഴക്കുകളും പ്രശ്നങ്ങളും ഫ്രിക്ഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ധനകാര്യമായിട്ട് അഥവാ സാമ്പത്തിക വിഷയങ്ങളിലേക്ക് വലിയ മാറ്റമൊന്നുമില്ല. പ്രത്യേകിച്ച് കൂടുതലായിട്ട് കഷ്ടനഷ്ടങ്ങളോ ഒന്നും പറയാനില്ല. എങ്കിലും സാമാന്യമായിട്ടുള്ള വരുമാനമൊക്കെ സ്ഥിരമായിട്ടുള്ളത് അതുപോലെ തന്നെ നിൽക്കും. ആരോഗ്യപരമായിട്ട് കുറച്ച് സൂക്ഷിക്കേണ്ട കാലമാണ്. ഈ മനപ്രയാസങ്ങളും സമ്മർദ്ദങ്ങളും കാരണമുണ്ടാകുന്ന ചില നാഡീ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും ഒക്കെ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കാലുകൾക്കും മുട്ടുകൾക്ക്, സന്ധികൾക്ക് ഒക്കെ ചില അസുഖങ്ങൾ വരിക ഒക്കെ, അതുള്ളവർക്ക് അത് കുറച്ചൊന്ന് കൂടുക, ഇതൊക്കെ സംഭാവ്യമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഗണപതിയെ സേവിക്കുക, ഗണപതിയുടെ മന്ത്രം ജപിക്കുന്നവർ അത് അങ്ങനെ ചെയ്യാം. അഥവാ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്താം, ഗണപതി ഹോമം നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും, അതുപോലെ പാർവതീ ദേവിയെ സ്മരിക്കുന്നതും, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാടും മറ്റുമൊക്കെ നടത്തുന്നതൊക്കെ വളരെ നല്ല ഫലം ചെയ്യുന്നതാണ്.